പ്രൈവറ്റ് ബസ്സുകാരെ പുറകെ വരുന്നുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകാർ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ അവൻ ഓടിക്കുള്ളൂ. ഒരു മനുഷ്യനും വഴി കൊടുക്കില്ല. രാവിലെ ഒരു പ്രൈവറ്റ് ബസ്സുകാരുണ്ടാകും 15 കിലോമീറ്റർ സ്പീഡിൽ 10 കിലോമീറ്റർ സ്പീഡിൽ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഓടിക്കും. പുറകെ കൂടെ ഒരു 10-30 കാറുകളുണ്ടാവും. ഒരു മനുഷ്യനും അവൻ വഴി കൊടുക്കില്ല പ്രൈവറ്റ് ബസ്സുകാരൻ. എന്നാൽ ഇവൻ്റെ മുമ്പിൽ നമ്മൾ എന്നാൽ അവൻ ഓൺ അടിച്ചുകൊണ്ടിരിക്കും. കാറുകാരധികം പേര് ഓൺ ആക്കിടിക്കണം. അവനങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഓൺ അടിച്ചു കൊടുക്കണം. അവൻ ഈ സെൻറ്ററിൽ കൂടെ വണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേ അവൻ ഓൺ അടിക്കും. നമ്മളെങ്ങാനും അവൻ്റെ ഫ്രണ്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവൻ ഓൺ അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവൻ ഈ 10 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കും. റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ 10 കിലോമീറ്റർ വാങ്ങിച്ചത് ഇവന് സമയമായില്ലെങ്കിൽ ഇവൻ ഏതെങ്കിലും സ്റ്റോപ്പിൽ നിർത്തിയിട്ടേച്ച് സമയമാകുമ്പോൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ റോഡിലേക്ക് ഇറങ്ങി മനുഷ്യൻ്റെ പ്രകടനത്തിന് ഈ പ്രൈവറ്റ് ബസ്സുകാർ റോഡിലേക്ക് ഇറങ്ങി മനുഷ്യൻ്റെ പ്രകടനത്തിന് അവന് സമയമായില്ല. ഓക്കെ, അവന് സമയമായിട്ടില്ല. അവന് 8:20 അല്ലെങ്കിൽ 8:50 20-30 എത്തണം, അല്ലെങ്കിൽ 8 എത്തേണ്ട വണ്ടിയാണെങ്കിൽ 7:50 ആയുള്ളെങ്കിൽ ഏതെങ്കിലും സ്റ്റോപ്പിൽ നിർത്തിയിട്ടിട്ട് സമയമാകുമ്പോൾ റോഡിലേക്ക് ഇറക്കിയപ്പോൾ ഈ റോഡിൽ ഇറക്കിയിട്ട് റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഓടിച്ച് ആളുകളെ പിടിക്കെടുത്തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്സ്ട്രക്റ്റിംഗ് ദ ട്രാഫിക് എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി ഫൈനാണ്. ഇപ്പോൾ 2000 രൂപ ഫൈനാണ് സാധാരണ ഇതിനുള്ളതെങ്കിൽ ഒബ്സ്ട്രക്റ്റിംഗ് ദ ട്രാഫിക്കിന് അതിൻ്റെ 10 ഇരട്ടിയാണ് ഫൈൻ. കണ്ടിരിക്കുന്നത് വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ 50 കിലോമീറ്ററിൽ പോകുന്ന 2 വീലറുകാർ ഈ ഒരു മഴ ഇങ്ങ് പെയ്ത് കഴിഞ്ഞാൽ 60 കിലോമീറ്ററിലേക്ക്, കാരണം മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്താമെന്ന് വിചാരിച്ച് 60 കിലോമീറ്ററിൻ്റെ സ്പീഡിലേക്ക് പോകും, അല്ലെങ്കിൽ 20 കിലോമീറ്റർ സ്പീഡ് അങ്ങ് കൂട്ടും. അങ്ങനെയാണ് മിക്കവാറും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവുന്നത്. മഴ പെയ്യുമ്പോൾ 10 കിലോമീറ്റർ സ്പീഡ് കുറയ്ക്കുകയാണ്. കാരണം 50 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 60 കിലോമീറ്റർ സ്പീഡിൽ പോകണമെന്നാണെങ്കിൽ അവന് 50 കിലോമീറ്ററിലേക്ക് താത്താം. 50 പോയിക്കൊണ്ടിരിക്കുന്നത് 40ലേക്ക് വരണം. പക്ഷേ ഇവർ ഈ മഴ അങ്ങ് പെയ്യുമ്പോൾ ഇപ്പം മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 20 കിലോമീറ്റർ സ്പീഡാണ് പോകും. വീട്ടിലെത്തുമോ ഇല്ല. എന്നാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു റെയിൻകോട്ട് ഏതെങ്കിലും കരുതത്, എന്നിട്ട് ഏതെങ്കിലും കടയുടെ സൈഡിൽ കയറിയിട്ട് റെയിൻകോട്ട് ഇട്ടിട്ട് പോവുക. കേരളത്തിൽ റോഡുകളിൽ അത്ര വലിയ ബ്ലോക്കൊന്നുമില്ല. ബ്ലോക്ക് മുഴുവൻ ഈ പ്രൈവറ്റ് ബസ്സുകാരുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ്. കേരള റോഡ്സിൽ അങ്ങനെ വലിയ ബ്ലോക്ക്, അങ്ങനെ വലിയ ഒരുപാട് ട്രാഫിക്കുകൾ ഇപ്പോൾ ഇവിടെ തന്നെ പെരുമ്പാവൂർ റോഡിലാണ് ഇച്ചിരി ട്രാഫിക് ഇപ്പോൾ ഉള്ളത്. റോഡുള്ളത് എറണാകുളം മാറ്റം റോഡ് വീതിയിട്ട് ട്രാഫിക് ഉണ്ടെങ്കിലും അതനുസരിച്ചുള്ള വീതിയിട്ട് റോഡിന്. പെരുമ്പാവൂർ കൊലഞ്ചേരി റോഡിലാണ് കുറച്ച് ട്രാഫിക് ഉള്ളത്. ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ട്രാഫിക്കിൽ ബ്ലോക്ക് ഇന്ന് ഏത് ബ്ലോക്ക് പെരുമ്പാവൂർ കൊലഞ്ചേരി റോഡിൽ ഏത് ബ്ലോക്ക് ചോദിക്കും അത് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സുകാരായിരിക്കും. അപ്പോൾ മിക്ക റോഡ് ബ്ലോക്കുകൾ കേരളത്തിലെ റോഡ് ബ്ലോക്കുകളിൽ 90% ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സുകാരാണ്. അത് അവർക്ക് അതിനുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് അവർക്ക് കൊടുക്കാനില്ല. എങ്ങനെയാണ് ഒരു റോഡിൽ ഒരു പബ്ലിക് റോഡിൽ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഒരു ശാസ്ത്രീയമായ രീതിയിൽ അവർക്ക് പഠനങ്ങൾ കൊടുക്കുകയും അതനുസരിച്ച് ഓടിക്കുകയും. പഠനം കൊടുക്കാൻ മാത്രമല്ല, ഈ കൊടുത്ത പഠനങ്ങളനുസരിച്ചാണ് അവർ ഓടിക്കണമെന്ന് മോണിറ്റർ ചെയ്യണമെന്നൊരു സംവിധാനമൊക്കെ വേണം. ശാസ്ത്രീയമായ പഠനങ്ങൾ കൊടുക്കണം. അതായത് എങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടാക്കാതെ റോട്ടിക്കിട്ട് ഓടിക്കേണ്ടതെന്നുള്ളത് അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ സാധാരണ ഇപ്പോൾ ഒരുത്തൻ ഇപ്പോൾ ഓൺ അടിച്ചു, ഞാൻ പതുക്കെ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുകയില്ല, അവൻ കയറി പോകും. അത് നമ്മളൊരു ബേസിക്കായിട്ടൊരു അയാൾക്ക് അവന് തിരക്കുള്ള മൂവാറ്റുപുഴയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ആ മൂവാറ്റുപുഴയായിരിക്കും ഇടുക്കിക്കും എല്ലാം പോണവനായിരിക്കും, അവന് തിരക്കുള്ള. അപ്പോൾ അവൻ്റെ മുമ്പിൽ നമ്മൾ മസിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതുക്കെ ലെഫ്റ്റിലേക്ക് മാറ്റി കൊടുത്താൽ അവൻ കയറി പോകുള്ളൂ. ഇത്രയുള്ള റോഡിലെ കാര്യങ്ങളാണ്. നമ്മൾ ഈ മസിൽ പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ റോഡിൽ വലിയ പ്രശ്നങ്ങളില്ല. എൻ്റെ വണ്ടിക്ക് മേലെ മുമ്പ് എനിക്കങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ഓവർടേക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ 90കളിലൊക്കെ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ആരും കയറ്റി വിടില്ല എന്നുള്ളതല്ല, ഭയങ്കര സ്പീഡിൽ നമ്മൾ ഓടിക്കുള്ളൂ. അപ്പോൾ പിന്നെ ആരും കയറി പോകില്ല.
ബജാജ് ഏതൊക്കെ സ്കൂട്ടർ 60-70 കിലോമീറ്ററിൽ ചുമ്മാ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ അംബാസഡറൊന്നും 1800 ആ ലെവലിലേക്ക് ഈ റോട്ടിൽ കൂടെ വരില്ല. അപ്പോൾ ഒരു വണ്ടി വല്ല STയും വല്ല കാലത്ത് ഓവർടേക്ക് ചെയ്ത് പോകണമല്ലാതെ അന്നത്തെ കാലത്ത് ഒരു വണ്ടി അതെന്നെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടില്ല. പിന്നെ വല്ല ബുള്ളറ്റൊക്കെ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകാറുണ്ടോ. അതിന് സ്പീഡ് ഇച്ചിരി കൂടും, നമ്മളെക്കാളും കൂടുതലല്ല. ബുള്ളറ്റ് ഇപ്പോൾ ഒരു 70-80 വെച്ചപ്പോൾ പോകും. അല്ലാതെ വല്ല മാരുതി STയുമോ ബുള്ളറ്റോ വല്ലപ്പോഴും ഓവർടേക്ക് ചെയ്യണമല്ല. അതൊരു വണ്ടി നമ്മളെ അന്ന് 90കളിൽ ഏതെങ്കിലും ഓവർടേക്ക് ചെയ്തിട്ടില്ല. അന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആരും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ നല്ല സ്പീഡിൽ പോകണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ളൊരു കാലഘട്ടമാണ് ഈ നമ്മുടെ 20s, early 20s. അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അന്ന്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ പറഞ്ഞാൽ നമ്മൾ വഴി മാറിക്കൊടുക്കും. നമ്മൾ കുറച്ചുകൂടെ മെച്ചുവറായി ഒരുത്തം ബാക്കിൽ നിന്ന് ഓൺ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കും. അവൻ ചിലപ്പോൾ അങ്ങ് ദൂരെ ഹോസ്പിറ്റലിൽ പോകണവനായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവന് എന്ത് കാര്യത്തിന് പോകണമെന്ന് നമുക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ സമയത്തിൽ എത്തേണ്ടവനായിരിക്കും, അല്ലെങ്കിൽ എയർപോർട്ടിൽ സമയത്തിൽ എത്തേണ്ടവനായിരിക്കും പുറക്കാവന്. അവൻ ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് അത്യാവശ്യമായിട്ട് ആശുപത്രിയിൽ എത്തേണ്ടവനായിരിക്കും. നമുക്കറിയില്ല ഈ ബാക്കിൽ പോകുന്നവൻ്റെ എന്താണ് പ്രശ്നം നമുക്കറിയില്ല. അപ്പോൾ അത് അറിയാത്തോടത്ത കാലം നമ്മൾ ഒരുത്തം ബാക്കിൽ നിന്ന് ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഓവർടേക്ക് ലെഫ്റ്റ് സിഗ്നൽ ഇട്ട് ഓവർടേക്കാണ്. ഈ ലെഫ്റ്റ് സിഗ്നൽ ഇട്ടില്ലെങ്കിൽ സൈഡിലേക്ക് ഒതുക്കി കൊടുത്താൽ അവൻ കയറി. നല്ല മഴയുള്ള ദിവസമാണ്. കുറേ ദിവസമായി മഴ, 4 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ്. ഇവിടെ മുഴുവൻ വെള്ളം റോഡിലാണ്. ഇന്ന് അപ്പുറത്തെ സ്ഥലത്ത് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ റോഡിലേക്ക് കാര്യമായിട്ട് വെള്ളം വീഴുന്നില്ല. അതെനിക്ക് പറഞ്ഞാൽ അവർ പറമ്പിൽ തന്നെ അത് ഇരിക്കാനുള്ള എന്തോ സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മറ്റേ ഈ ഇപ്പുറത്തെ സൈഡ് കണ്ടില്ലേ, സെയിം കട്ടിങ് തന്നെ ഇപ്പുറത്തെ റോഡിലുണ്ട്. അവിടുന്ന് ഒരു തുള്ളി വെള്ളം, വളരെ മൈന്യൂട്ടായിട്ടുള്ള വെള്ളമാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. അത് പറമ്പിൽ തന്നെ അത് ഒതുക്കും, ഇതാവാനുള്ള സംവിധാനം എന്തോ ചെയ്തിട്ടുണ്ട്. എന്നില്ല ഈ വീട് കണ്ടില്ലേ, ഇന്ന് എത്ര വെള്ളം ഇറങ്ങണ്ടെന്ന് നോക്കി. ഇതുപോലെ തന്നെ സ്ലോപ്പ്, മറ്റേ പ്ലോട്ട് പോലെ തന്നെ സ്ലോപ്പുള്ള പ്ലോട്ടായിരുന്നു. ഒട്ടും വെള്ളം റോഡിലേക്ക് ഇറങ്ങണില്ല. മറ്റേതിന് മുഴുവൻ വെള്ളം റോഡിലേക്ക് ഇറങ്ങുന്നു. റംബുട്ടാൻ ഉണ്ടായി കഴിഞ്ഞിട്ട് വേണം കമ്പ് കുറേ വെട്ടിക്കളയാനായിട്ട്. അല്ല, റംബുട്ടാൻ മുഴുവൻ പറിച്ച് കഴിഞ്ഞിട്ട് വേണം. മുഴുവൻ റോഡിലേക്കായി അവിടെ. അത് എനിക്ക് തോന്നുന്നു റംബുട്ടാൻ്റെ വെയിറ്റ് കൊണ്ടാന്ന് തോന്നുന്നു. റംബുട്ടാൻ പറിച്ച് കഴിയുമ്പോൾ കുറേ മേലോട്ട് പോകും. നമ്മളൊരു 10 കിലോ പഴം അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് 10 കിലോ ഇത് താങ്ങണമല്ലോ മരം. അപ്പോൾ അതിൻ്റെ ശേഖരങ്ങളും താന്നു വരും. അതൊരു പ്രശ്നമാണ്.